ഹായ് ഫ്രണ്ട്സ്, ഇത് മാങ്ങയുടെ സീസൺ അല്ലേ. അപ്പം നമുക്ക് മാങ്ങ കൊണ്ട് ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനൊരു മാങ്ങ എടുത്തിട്ടുണ്ട്, ഒരു അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, ഒരു കപ്പ് പാലും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്ക് നന്നാക്കി അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മാങ്ങ വലിയ മാങ്ങയാണ് കേട്ടോ, നല്ല മധുരമുള്ള മാങ്ങയാണ്. മധുരം നിങ്ങൾക്ക് ഓരോരുത്തരും ഇഷ്ടമാണ്. ഇതിന് അരക്കപ്പ് പെർഫെക്റ്റ് ആയിരുന്നു ഞാൻ എടുത്തത്. പിന്നെ ഒരു കപ്പ് പാലും, പക്ഷേ പാൽ ഞാൻ പിന്നെ അരക്കപ്പ് കൂടി ഒഴിച്ചിട്ടോ, തിക്നെസ് കൂടിയതുകൊണ്ട് തന്നെ. അപ്പം നമ്മൾ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്, അത് മാറ്റി വെക്കാം. ഫ്രിഡ്ജിലേക്ക് ആക്കിയിട്ട് നമുക്ക് തണുപ്പിക്കാൻ വെക്കാം. ഈ സമയം തന്നെ ഒരു കപ്പ് വെള്ളം അടുപ്പത്ത് വെച്ച് വെള്ളം തിളച്ച് വരുമ്പം 1/4 കപ്പ് കംപ്ലീറ്റ് ഞാൻ എടുത്തിട്ടില്ല, അതിൽ കുറച്ച് കുറവാണ് എടുത്തത്, ചവ്വരി വേവിച്ചെടുക്കാം. ഏകദേശം 3/4 വേവാകുമ്പോൾ നമുക്ക് ഇതിലേക്കൊരു 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം, അതിൻ്റെ മധുരം കിട്ടാൻ വേണ്ടിയിട്ട്. ഏകദേശം 3/4 വേവാകുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് അത് വേവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്ക് 1-2 തവണ നിങ്ങൾക്ക് ഇളക്കി കൊടുത്താൽ നന്നാവും കേട്ടോ. അപ്പോൾ ഏകദേശം സമയമൊക്കെ ആയി. നമ്മുടെ കണ്ടോ, വെള്ളമൊക്കെ വറ്റി, വെള്ളമൊക്കെ കറക്റ്റ് പാകമായിരുന്നു. ചവരി വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. ഈ ഒരു പരുവത്തിൽ നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. ഒരു 10 മിനിറ്റ് കഴിയുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യും. നല്ല ചൂടല്ലേ, ചൂടൊന്ന് തണഞ്ഞോട്ടെ. ആ സമയത്ത് ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത് നമ്മുടെ ഈ ജ്യൂസ് എടുത്തിട്ട്, ഇങ്ങനെ കട്ട പോലെ തോന്നും, ഒന്നും കുഴപ്പമില്ല. നല്ല തണുപ്പുള്ള ഈ ഒരു ജ്യൂസിലേക്ക് ഇടുമ്പോൾ അതെല്ലാം സെപ്പറേറ്റ് ആയി പോവും. നമ്മുടെ ചവ്വരി ഇതിലേക്കിട്ട് നന്നാക്കി മിക്സാക്കി കൊടുക്കാം. നമ്മളിട്ട് ഇളക്കുമ്പോൾ തന്നെ അത് സെപ്പറേറ്റ് ആയിട്ട് വരും. നമ്മൾ വിചാരിക്കും ഇത് കട്ട പിടിച്ച് കിടക്കുമെന്നൊക്കെ, പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കണ്ടോ, നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും എല്ലായിടത്തും ഈ ചവരിയുടെ തരിതരിയായിട്ട് ഇങ്ങനെ എല്ലായിടത്തും കാണാൻ പറ്റും. കണ്ടോ, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നില്ലേ ഇപ്പോൾ എല്ലാം സെപ്പറേറ്റ് ആയത്. അപ്പം നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ ഞാൻ മാംഗോ കട്ട് ചെയ്തപ്പോൾ അതിന് ചെറിയ ചെറിയ പീസാക്കി കുറച്ചേ മാറ്റി വെച്ചിരുന്നു. അപ്പം അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ ആ മാങ്ങയുടെ ഒരു കടിയും കൂടി കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതും കൂടി ഇട്ടിട്ട് മിക്സ് ആക്കിയ പരിപാടി കഴിഞ്ഞു. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. ആ ചവരിയുടെ ആ കടി വരുമ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിൽ നിന്ന് ആ ഒരു മാറ്റമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഇത് കുടിച്ചിട്ട് വരാം. നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം.